Hi guys, welcome back to Sledge. Welcome to RC Vlog. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട് ഒരു കിഡലിൻ്റെ ഐറ്റം വന്നിട്ടുണ്ട്. ഒരു ഗ്രീൻ മോൺസ്റ്റർ 2022 പുറത്തിറങ്ങിയ നമ്മുടെ ട്രാക്സിസ് ബ്രാൻഡിൻ്റെ സ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഐറ്റം മോൺസ്റ്റർ ട്രക്കാണ്. എല്ലാവരും വെയിറ്റിങ്ങിലാണെന്നറിയാം. കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. വണ്ടിയുടെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് അൺബോക്സ് ചെയ്യാം. അടിപൊളി ഐറ്റമാണ്, വേറെ ലെവൽ സാധനമാണ്. കിഡിലം വണ്ടിയാണ് സ്ലെഡ്ജ്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ നല്ല അഭിപ്രായമുള്ള ഒരു വണ്ടിയാണ്. കിഡിലം ഐറ്റമാണ്. നമുക്ക് ആ വണ്ടിയുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. കുറേ നാളായി അൺബോക്സ് ചെയ്തത്. പുതിയ വണ്ടിയാണ്, കിഡിലം വണ്ടിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോയല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടെ ബെൽ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഫുൾ സപ്പോർട്ടാണ് എല്ലാവരുടെയും. ഇതുവരെ നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എത്തിയത്. നമ്മുടെ ഡെയിലി സ്റ്റോറീസ് കണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. ഇസ്ലുഹാക്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇസ്ലുഹാക്സ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. കിഡിലുമായിട്ടാണ് ട്രാക്സസ് ബ്രാൻഡിൻ്റെ സ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ 6S കേപ്പബിലിറ്റി ഉള്ള അടിപൊളി ഒരു വണ്ടിയാണ്. 70 mph സ്പീഡ് ഉണ്ട് വണ്ടിക്ക്. നല്ല പക്ക ഓഫ് റോഡറാണ്, വാട്ടർ പ്രൂഫാണ്, പക്ക സെറ്റപ്പാണ് കേട്ടോ വണ്ടി. വണ്ടിയുടെ ഫസ്റ്റ് ബോക്സ് റിവ്യൂ ഇതാണ്. ഞാനിത് പൊട്ടിച്ചതാണ് കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. 1/8 സ്കെയിൽ 4 വീൽ ഡ്രൈവ് VXL എക്സ്ട്രീം പവർ സാധനമാണ്. ഇതാണ് വണ്ടിയുടെ ചേസ്. അടിയിൽ മെറ്റലാണ് വന്നേക്കണത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്ലാസ്റ്റിക്കാണ് വരാറ്, പക്ഷേ ഇതിൻ്റെ മെറ്റലാണ് വന്നേക്കണത് കേട്ടോ. അതുകൊണ്ട് തന്നെ 6S പവർ എൻജിൻ, നല്ല ഡ്രൈവ് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് ബേസിക് സെൻറ്റർ ഡ്രൈവാണ്, അടിപൊളി സാധനമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ റോൾ കേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഷോക്കൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രെച്ചറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബാറുണ്ട്, T ബാറാണ് അത് കൊടുത്തേക്കുന്നത്. T ബാറാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല സ്ട്രോങ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജമ്പൊക്കെ എടുക്കാൻ നേരത്ത് നല്ല സ്ട്രോങ് കിട്ടും. സ്ലെഡ്ജിൻ്റെ അതേ ടയർ എക്സ്ട്രീം ടയറാണ് കൊടുത്തേക്കുന്നത്. വാട്ടർ പ്രൂഫ്, ഇലക്ട്രോണിക്സ്, കാസ്റ്റ് അലൂമിനിയം, അങ്ങനെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി. ജസ്റ്റ് കാണുന്ന വ്യൂ നമ്മുടെ ട്രാക്സിൻ്റെ റിമോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മോനെ മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി. അടിപൊളിയാണ്, സെറ്റപ്പ് സാധനമാണ്. നല്ല ഗ്രീൻ അടിപൊളി കളറും കിഡിലം കളറാണ് കേട്ടോ വണ്ടിയുടെ. നല്ല കിഡിലം കളറാണ്. ഇതിൻ്റെ വിങ്സൊക്കെ നോക്കി സെറ്റപ്പ് അല്ലേ. പൊളി. ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അടിപൊളി ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് അടിയിൽ ഫുൾ അലൂമിനിയം ഉണ്ടോ വന്നേക്കുന്നത്. ഫുൾ അലൂമിനിയമാണ് വന്നേക്കുന്നത്. നമ്മുടെ ട്രാക്സസിൻ്റെ മറ്റേ മഡ് ഫ്ലാപ്പൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമൊക്കെ നല്ല പ്ലാസ്റ്റിക്കും ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് ചെയ്തിരുന്നത്. ഒന്നുകൂടി ഇവർ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി കൂട്ടി വണ്ടിയുടെ. ഈ വണ്ടിയുടെ ഡ്യൂറബിലിറ്റി കൂട്ടി. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ ട്രാക്സസിൻ്റെ വണ്ടിയിൽ. അപ്പോൾ ഏകദേശം ഇവർ ചെയ്തേക്കുന്നത് എക്സ്മാക്സിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത്. എക്സ്മാക്സിൻ്റെ ഒക്കെ ഒരു ഡ്യൂറബിലിറ്റി സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ റിവ്യൂ നോക്കുമ്പോൾ അങ്ങനെയാണ്. ഇനി നമ്മൾ ഓടിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ഈ കണ്ടറിയണം. അതുകൊണ്ട് തന്നെ ബാക്കിലുള്ള ഫേസും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത് അടിപൊളിയാണ്. ഈ ഇതൊക്കെ ശരിക്കും ഇതുപോലെ പ്ലാസ്റ്റിക് പോലെ, നല്ല പ്ലാസ്റ്റിക്കല്ല, മറ്റേ പേപ്പർ പോലെ വളഞ്ഞു പോകും. അത്രയും സിമ്പിളായിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലെ ടവറും കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് ഒക്കെ ഈ പറഞ്ഞ 8S കേപ്പബിലിറ്റിയിൽ 6S ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ലോഡ് എടുക്കും. അപ്പോൾ ഡ്രൈവ് ഷാഫ്റ്റിനൊന്നും വലിയ കംപ്ലയിൻസ് ഇല്ല. ഡ്രൈവ് ഷാഫ്റ്റ് അല്ല, ഡിഫ് കാര്യങ്ങൾ. ആ ഡ്രൈവ് ഷാഫ്റ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം സെറ്റാണ്, അടിപൊളിയാണ്. നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോക്കൊക്കെ നല്ല വണ്ണം കൂട്ടി. ഇത് മാക്സ് എന്നും പറഞ്ഞിട്ട് അവർ വിളിക്കുന്ന ഒരു ഷോക്കാണ്. മാക്സ് സെറ്റപ്പിൽ എന്നും പറഞ്ഞിട്ടൊരു ഷോക്കാണിത്. ഇതിനെ അങ്ങനെ അവർ ഇതാക്കുന്നത്. നല്ല അടിപൊളി ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ടയറും അതെ കേട്ടോ. ടയറ് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കിയായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ചോളൂ. അപ്പോൾ ടയറും വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ റിവോടെ ഒരു ടയറൊക്കെ ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല മാച്ചാവുമെന്ന് തോന്നുന്നു. ആ ടയറൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലിപ്പ്ലെസ് ബോഡിയാണ്. ക്ലിപ്പില്ല, കണ്ട, ക്ലിപ്പ് വന്നിട്ടില്ല. ഇവിടെ ഒരു 2 ഞെക്കുമ്പോൾ പൊങ്ങി വരും.
ഇതാണ് കേട്ടോ, ഇതാണ് ഓപ്പണിങ്. അതുകൊണ്ട് ഫ്രണ്ടോട്ടാണ് ഓപ്പണിങ്. അതുകൊണ്ട് നമ്മൾ ജമ്പൊക്കെ എടുക്കാൻ നേരത്ത് വണ്ടി മറ്റേ ബോഡി റിമൂവ് ആയി പോണ പരിപാടി ഇതിന് കുറവാണ്. ഇവിടെ ഒരു ഗാർഡൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഫ്രണ്ടിലും ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് വരയാണ്ടിരിക്കാനായിട്ട്. ഇവിടെയും അതിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റോൾ കേജ് വന്നിട്ടുണ്ട്. ഈ ഇവിടെ ഇയർവിങ് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇയർവിങ് നല്ല രസമുണ്ട്. ഇതാണ് കേട്ടോ ബോഡിയുടെ റോൾ കേജ് നല്ല അടിപൊളിയായിട്ട് നല്ല സ്ട്രോങ്ങിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമതിൽ ഇത് മെയിൻ ജമ്പിനും കാര്യങ്ങൾക്കാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അതെ നമ്മുടെ ഇൻറ്റീരിയർ, ഇതാണ് ഇൻറ്റീരിയർ. ഇതാണ് ടീ ബാർ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ടീ ബാർ. ഓക്കെ, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയണ്ട, ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ. അതുകൊണ്ട് തന്നെ ട്രാക്സസിൻ്റെ പുതിയ ഇതാണ് സെർവോ വന്നേക്കുന്നത് മെറ്റലാണ് കേട്ടോ. സാധാരണ മെറ്റലൊന്നും വരാറില്ല. ആകെ നമ്മുടെ ഡിഫൻഡറിന് മാത്രമാണ് ബ്രോങ്കോക്കൊക്കെയാണ് മെറ്റൽ ഗിയർ വന്നത്. ഇതിനകത്ത് മെറ്റലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇതൊന്നും പോരാ, വലിയ ഗുണമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ മോട്ടറൊക്കെ 2000 kV മോട്ടറാണ് വന്നേക്കുന്നത്. പിന്നെ 6Sൻ്റെ കാസ്റ്റലിൻ്റെ ESC ആണ് വന്നേക്കുന്നത്. ഇത് റിസീവർ ബോക്സ് നല്ല ക്വാളിറ്റിയും നല്ല സെറ്റപ്പും ഉണ്ട്. ഇതിന് സ്റ്റേ ബാർ വന്നേക്കുന്നുണ്ട്, നല്ല സ്റ്റേ ബാറാണ് വന്നേക്കുന്നത്. എല്ലാം പ്ലാസ്റ്റിക് ആണ്, അത് കുഴപ്പമില്ല. പക്ഷെ നല്ല ഡ്യൂറബിലിറ്റി കിട്ടും. പിന്നെ ഈ ട്രേ എല്ലാവർക്കും ഞാൻ പൊതുവേ റിവ്യൂ നോക്കിയപ്പോൾ ഇതിന് വലിയ അഭിപ്രായമില്ല ഈ ട്രേക്ക്. ഈ ട്രേ കാര്യം നമ്മുടെ ബാറ്ററി കിടക്കില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി കിടക്കില്ല. ട്രാക്സസിൻ്റെ ബാറ്ററി ഇന്നത്തെ സൂട്ടാണ് കറക്റ്റ്. ഇങ്ങനെയാണ് അവർ ഇതിനകത്ത് ഇടാനുള്ള സെറ്റപ്പ് നോക്കിയേക്കുന്നത്. ഓക്കെ, ബാറ്ററി ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ബാറ്ററി ഇടുന്നത് ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ ക്ലിപ്പ്ലെസ് ബോഡിയുടെ ക്ലിപ്പ് ഇതിൻ്റെ ഉള്ളിലാണ് കയറി പോണത് കറക്റ്റായിട്ട്. ഇവിടെയാണ് ക്ലിപ്പ് കണ്ടോ, ക്ലിപ്പ് ഇതാണ് ക്ലിപ്പ്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ സിമ്പിളായിട്ട് ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ട്രാക്സസിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറ്റണം. എന്തായാലും നമുക്കതൊക്കെ മാറ്റേണ്ട ആവശ്യം വരും. അതുകൊണ്ട് സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റ് വന്നിട്ടുണ്ട്, അത് മെറ്റലാണ്. നമ്മുടെ കോമൺ ആയിട്ട് ഇവരുടെ പ്ലാസ്റ്റിക്കോ തന്നെ, പക്ഷേ മെറ്റലാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് പിന്നെ വന്നേക്കുന്നത് ഗ്രീസ് ബൂട്ടാണെന്ന് തോന്നുന്നു. ഇത് ഗ്രീസ് ബൂട്ടാണ്, ഗ്രീസ് ഇടുന്നവരിക്കും. നല്ല കവറിങ് കൊടുത്തിട്ടുണ്ട് അവർ. എന്തായാലും അടിപൊളിയാണ് വണ്ടി, ഒരു രക്ഷയില്ല റിവ്യൂ നോക്കിയപ്പോൾ. പിന്നെ ഇതൊക്കെ നല്ല ഡ്യൂറബിലിറ്റിയിലാണ്, നല്ല സെറ്റപ്പിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ആമിനൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇതുമായിട്ട് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷോക്ക് കാര്യങ്ങളൊക്കെ നല്ല വണ്ണം, നല്ല കാര്യങ്ങൾ, നല്ല സ്ട്രെങ്ത്തിലാണ് കൊടുത്തേക്കുന്നത്. എന്നാൽ ജമ്പൊക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലെഡ്ജ്. ബോഡി ഇടുന്നത് ഈ ഫ്രണ്ട് കയറ്റിയിട്ടിട്ട് മുകളിലേക്ക് ഇടും, മുകളിലേക്ക് ഇട്ടിട്ട് വെറുതെ ഒരടി, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ് ബോഡിയുടെ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തേക്കണം കേട്ടോ. നല്ല കിട്ടലായിട്ടാണ്, ഒരു രക്ഷയില്ല വണ്ടി. ഇത് ലുക്കാന്ന് പറയാമോ കാണാൻ നേരിട്ട്. ഇത് ഏകദേശം നമ്മുടെ ആർമയുടെ ക്രേറ്റൻ്റെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയാണിത്. പക്ഷെ കുറച്ച് വില കൂടുതലുണ്ട് ഈ വണ്ടിക്ക്. ഏകദേശം നല്ല വിലയുണ്ട്, ക്രേറ്റനേക്കാളൊക്കെ നല്ല വിലയുണ്ട്. എക്സ് മാക്സിൻ്റെ ഏകദേശം അടുത്ത് വില വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടയറൊക്കെ സ്ലെഡ്ജ് ഹാമർ എന്ന് പറഞ്ഞിട്ട് ടയറാണ് കൊടുത്തേക്കുന്നത്. നല്ല ടയറും കാര്യങ്ങളാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ എങ്ങനെയാണ് ഡ്യൂറബിലിറ്റി. അതുകൊണ്ട് തന്നെ ഷോക്കിൻ്റെ ടവർ വന്നേക്കുന്നത് നല്ല തിക്നെസ്സാണ്, നല്ല തിക്നെസ്സാണ് ഷോക്കിൻ്റെ ഈ ടവർ വന്നേക്കുന്നത്. പോലെ ഷോക്കിൻ്റെ ടവർ വന്നേക്കുന്നത് നല്ല തിക്നെസ്സാണ്. എൻ്റെ പോലെ അടിപൊളി. ഫ്രണ്ടിനും നല്ല ലുക്കുണ്ട്. ഫ്രണ്ടിനും ഈ പറയണ നല്ല അടിപൊളി ഒരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ലുക്കുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ബെയറിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നതാണ് അവർ പറയണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലെഡ്ജ്. ഇനി വണ്ടിയുടെ കണക്ടർ കാര്യങ്ങളൊക്കെ മാറ്റണം. അതാണ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് കളത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇപ്പോൾ തന്നെ ചൂടെടുത്ത് വേർത്തു. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ കിഡിലൻ റണ്ണിങ് വീഡിയോ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോ പെൻഡിങ്ങിലുണ്ട്, നമ്മുടെ റേസിൻ്റെ വീഡിയോ പാർട്ട് 3 വീഡിയോ പെൻഡിങ്ങിലുണ്ട്. മിക്കവാറും അത് അടുത്ത എപ്പിസോഡ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം. സീ യു സോൺ. ഓക്കെ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, സീ യു അഗൈൻ.